2080 ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും എന്നങ്ങ് ഒരു പഠനങ്ങളുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മളാണ് ഇത് ക്രമാതീതമായി പ്രോത്സാഹിപ്പിച്ച് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിടവന്നത്. പക്ഷേ അതിലൂടെ ഏറ്റവും നഷ്ടം സംഭവിച്ചൊരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ബിഷപ്പുമാരൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഇടയലേഖനം എഴുതിയാൽ ഉടനെ കലഹിക്കുന്നവർ കാണാം. വാസ്തവത്തിൽ നിരുത്തരവാദപരമായ ഒരു കാര്യമല്ല. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ചില മുൻകരുതലുകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അത് ആവശ്യമാണ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പല ക്രിസ്ത്യൻ പ്രദേശങ്ങളിലും കുട്ടികളുടെ എണ്ണം, ഇപ്പോൾ 10 കൊല്ലത്തെ കുട്ടികളുടെ എണ്ണം എടുത്താൽ, ഞങ്ങളുടെ സൺഡേ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം എടുത്താൽ 10ാം ക്ലാസ്സിൽ രൂപതയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം 55,000 പേര് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ചിലപ്പോൾ 32,000 പേരേ ഉള്ളൂ.